ഒരിക്കലുമല്ല. BJP അല്ല, ഒ.പി. സുബീഷ് ഒന്നല്ല ചെയ്തത്, കാരായി രാജൻ തന്നെ ചെയ്തത്. പിന്നെ അതിന് മറിച്ച് യാതൊരു ഉറപ്പുമില്ല. നമുക്ക് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. അതെല്ലാം പിടിച്ചതല്ലേ, കാരായി രാജനെ പിടിച്ചതാണ്, ഓൻ തന്നെയാണ് CBI പിടിച്ചതാണ്. ഫസലിൻ്റെ കുടുംബത്തിന് പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നും ഷംസീറൊക്കെ പറയുന്നുണ്ട് പാർട്ടി. എന്താണ് അതിനോട്? ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒന്നും CPMൻ്റെ ഭാഗത്തു നിന്ന് എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കാട്ടെ എൻ്റെ കുടുംബത്തിനാട്ടെ ഫസലിൻ്റെ പങ്കന്മാർക്കായിട്ടായിരിക്കും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇതുവരെ അവരോട് യാചിച്ചിട്ടുമില്ല. CPM പറയുന്നത് വലിയ പിന്തുണ ഫസലിൻ്റെ കുടുംബത്തിൻ്റെ ഉണ്ടെന്നാണ്. അത് വെറുതെ പറയുന്നതാണ്. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്കൊരേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ള ഒരേ ഒരു വാക്ക് CPM എന്നെ ചെയ്തത്. കാരണം വലിയ വലിയ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നമ്മക്കൊണ്ട് പനിയന്മാർ, നമ്മക്കൊണ്ട് പങ്ങന്മാർ നിങ്ങളെല്ലാം കാണാൻ കഴിയുന്നില്ല, സങ്കടം നമ്മളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ പിടിക്കുമെന്നാകുമ്പോൾ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിക്കളി. അവരെ വരണമായിരുന്നു. ഇപ്പോഴും അവരെ ഭരണം ആയതുകൊണ്ടാണ് ഇത് അട്ടിമറിച്ചു. സർ, മഹല്ല് കമ്മിറ്റികൾ ധാരാളം പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങളെല്ലാം സമാധാനപരമായി നടത്താൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇടപെടൽ വിവിധ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. സർ, എന്നാൽ അതിൽ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. നാട്ടിൽ SDPI എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, തീവ്രവാദപരമായി ചിന്തിക്കുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടവർ ചിലയിടത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നടപടിയുമുണ്ട്. ആദ്യം കേട്ടത് ഫസലിൻ്റെ ഭാര്യയുടെയും ഫസലിൻ്റെ ഉമ്മയുടെയും സംസാരമാണ്. അത് കഴിഞ്ഞിട്ട് കേട്ടത് പിണറായി വിജയൻ എന്ന നുണറായി വിജയൻ്റെ സംസാരമാണ്. നുണറായി വിജയൻ പറഞ്ഞത് CA NRC വിഷയങ്ങളിൽ സമരം ചെയ്തപ്പോൾ ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത്. ഏത് തീവ്രവാദികൾ? SDPI തീവ്രവാദികൾ. പിണറായി വിജയൻ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നു, ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്കൊരൊറ്റ ചോദ്യം SDPIക്കാരനോടാണ്. നിങ്ങൾ ആരുടെ ഒപ്പമാണ്? ഫസലിൻ്റെ കുടുംബത്തോടൊപ്പമോ അതോ പിണറായി വിജയനൊപ്പമോ? നിങ്ങൾ തീരുമാനിക്കുക. നമ്മളൊന്നും ചോദിക്കാനും വരുന്നില്ല, പറയാനും വരുന്നില്ല, ഒന്നിനുമില്ല. ഞങ്ങൾ ഈ കളി മാറി നിന്ന് ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയാണ്. UDF-കാർ ഗാലറിയിൽ നിന്ന് കളി കാണും. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് പിന്തുണക്കാം, കുഴപ്പമില്ല. ആരെ വേണമെങ്കിലും പിന്തുണച്ചോട്ടെ. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന സെക്രട്ടറിയോ അഖിലേന്ത്യാ പ്രസിഡന്റോ അഖിലേന്ത്യാ സെക്രട്ടറിയോ ആര് വേണമെങ്കിലും പിന്തുണയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ SDPIക്കാരാ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നേതാവിനെയും നിങ്ങളുടെ എല്ലാം നിങ്ങൾ വിട്ടോ, മാറി നിന്നിട്ട് മനുഷ്യനായിട്ട് ഒരു പച്ച SDPIക്കാരനായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഫസലിനെ കൊന്ന കാരായി രാജനെ പിന്തുണയ്ക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഗതികേട് ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ഒരു കാരണം പറഞ്ഞാൽ മതി. നിങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ആ പിണറായി വിജയനും EP ജയരാജനും സഖാക്കന്മാരെയും വിജയരാഘവനെയും AK ബാലനെയും എല്ലാവരെയും പിന്തുണയ്ക്കേണ്ടി വരുന്നത് എന്തടോ നിങ്ങളുടെ വല്ലാത്തൊരു ഗതികേടാ. നിങ്ങളുടേത് വല്ലാത്തൊരു ഗതികേടാ. നിങ്ങൾ CPM ആരാണെന്നോ എന്താണെന്നോ അറിയാത്തത് കൊണ്ടല്ല. SDPI എന്തോ ഒന്ന് വല്ലാതെ ഭയക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഉപദ്രവമായിരിക്കില്ല, മറിച്ച് ദേശീയ തലത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ നിന്ന് എന്തോ ഒന്ന് ഈ പറയുന്ന SDPI ഭയക്കുന്നുണ്ട് എന്നുള്ളതാ. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ഇത്ര കാലവും എതിർക്കുകയും നിശിതമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന SDPI എന്ന് പറയുന്ന പാർട്ടി, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പരിഗണനകൾ നിങ്ങൾ നൽകിയാലും ആ ഫസലിനോട് നിങ്ങളൊന്ന് ആലോചിക്കണം. ഫസൽ എന്തിനാ പോയത്? പത്രമിടാൻ. ഏത് പത്രമിടാൻ? തേജസ് പത്രമിടാൻ അല്ലേ? ആ പത്രം വിതരണം ചെയ്യാനല്ലേ ഫസൽ പോയത്? ആ ഫസലിനോട്, ഫസലിൻ്റെ ആ പെൺകുട്ടിയോട്, ഫസലിൻ്റെ ഭാര്യയോട്, ഫസലിൻ്റെ ഉമ്മയോട്, വേറെ ആരോട് കാണിച്ചില്ലെങ്കിലും അവരോട് നിങ്ങളൊരു ഒരു ഒരു പരിഗണന, കൂടുതലൊന്നും പറയുന്നില്ല, ഒരു പരിഗണന
എന്നിട്ട് ആ ഫസലിനെ കൊന്ന കാരായി രാജനെ CPM എന്ന് പറയുന്ന പാർട്ടി നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ വെല്ലുവിളിച്ച് തലശ്ശേരിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയാണ്, AN ഷംസീർ പറയാ, SDPIയുടെ പിന്തുണ, ഫസലിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന്. ഫസലിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നാ പറയണേ. SDPIക്കാരാ, നട്ടല് നിവർത്തി പറയേണ്ട ഘട്ടം ഇതാണ്. നട്ടല് നിവർത്തി പറയേണ്ട ഘട്ടം ഇതാണ്. നിങ്ങളെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തീവ്രവാദികളാക്കുന്ന CPMകാരൻ പിണറായി വിജയൻ എത്ര നുണകളാ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൻ്റെ നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞതാണ്, SDPI തീവ്രവാദികൾ നുഴഞ്ഞു കയറി. ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് പോകുന്നില്ല. പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ ഉദ്ധരിച്ചു കൊണ്ട് മാത്രം ഞാൻ SDPIക്കാരനോട് ചോദിക്കുക, നട്ടല് നിവർത്തിയിട്ട് ആണാണെന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് പറയാൻ തയ്യാറുണ്ടോടോ SDPIക്കാരാ? നിങ്ങൾ എന്തൊക്കെ കൂട്ടിക്കൊടുപ്പുകളാണ് നടത്തുന്നത്? നിങ്ങൾ ആർക്കെതിരെയാ പോരാട്ടം നടത്തുന്നത്? നിങ്ങൾ എന്ത് പോരാട്ടമാണ് നടത്തുന്നത്? നിങ്ങൾ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക, എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത്? ആർക്കെതിരെയാണ് നിങ്ങൾ പോരാടുന്നത്? പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഈ ഇത് നമ്മൾ പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേൾക്കുന്നില്ലേ, നമ്മൾ എന്തൊരു കാര്യവും തുടങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശ്യം, നമ്മുടെ അൾട്ടിമേറ്റ് എയിം, ആ ലക്ഷ്യം അത് നന്നാവണം എന്ന് പറയാറില്ലേ? SDPI എന്ന പാർട്ടി ഉണ്ടാക്കിയത് തന്നെ മുസ്ലിം ലീഗിനോടുള്ള വിരോധം മാത്രമായിരുന്നു കാരണം. ആ വിരോധം മാത്രം കാര്യമാക്കി ലക്ഷ്യമാക്കിയിട്ടുണ്ടാക്കിയ പാർട്ടിയാ. അതുകൊണ്ട് തന്നെയാ തങ്ങളുടെ സഹോദരൻ ഒരുത്തനെ വെട്ടി വീഴ്ത്തിയിട്ട് ആ നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ച കാരായി രാജൻ, ആ കേസിലെ 1-ാം പ്രതി, കൊലപാതകിയായിട്ടുള്ള കാരായി രാജൻ, ആ രാജനെ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഒരുത്തനെ കൊന്ന രാജനെ പിന്തുണക്കേണ്ട ഗതികേട് എൻ്റെ SDPIക്കാരാ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്നിട്ടും പറയാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ SDPIക്കാരൻ തീവ്രവാദിയായിരുന്നു. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് SDPIക്കാരൻ തീവ്രവാദിയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അന്ന് SDPIക്കാരൻ തീവ്രവാദിയായിരുന്നു. CAയും NRC പ്രക്ഷോഭങ്ങളിൽ, സമരങ്ങളിൽ SDPIക്കാരൻ തീവ്രവാദിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ SDPIക്കാരൻ 2026 കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ തലേ ദിവസം പോലും SDPIക്കാരൻ തീവ്രവാദിയായിരുന്നു. ആ SDPIക്കാരൻ ഇന്ന് എനിക്കിതിൽ CPM തന്തയെ മാറ്റി പറയുന്നതിൽ കാര്യമില്ല. അവരങ്ങനെ പറയുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. ഇപ്പം പിണറായി വിജയൻ പറയാണ്, ചെത്തുകാരൻ കോരയല്ല എൻ്റെ തന്ത, ആ കാണുന്നവനാണ് എൻ്റെ തന്ത എന്ന് പറഞ്ഞാൽ എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം വിജയനും പിണറായി വിജയനും വിജയൻ്റെ അടിമകളും ആരെ കണ്ടാലും അപ്പ എന്നാ വിളിക്കുക. കാരണം അങ്ങനെ ഒരു മുട്ടായി എങ്കിലും കിട്ടുമോ, ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഈ അടിമകൾ ചിന്തിക്കുന്നത്, പിണറായി വിജയൻ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ നിങ്ങളെ ഇപ്പോൾ ഇത്രയും ദിവസം നിങ്ങളെ തീവ്രവാദികളാക്കിയ, നിങ്ങളെ രാജ്യദ്രോഹരാക്കിയ, നിങ്ങളെ ദേശവിരുദ്ധരാക്കിയ CPM നിങ്ങളെ ഇന്ന് അപ്പ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ SDPIക്കാരെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നടോ? നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയോ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? നിങ്ങളിൽ ഒരുത്തൻ ഒന്നും വേണ്ട, നിങ്ങൾ ഫസലിനെയൊക്കെ വിട്ടുകളാ. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളെ തീവ്രവാദി എന്ന് വിളിച്ചവൻ്റെ തോളിൽ കൈയിട്ട് അവന് വേണ്ടി പണിയെടുക്കാൻ എങ്ങനെ സാധിക്കുന്നടോ? ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, ഇന്ന് അവർ നിങ്ങളെ ആയുധമാക്കും, നിങ്ങളെ കൊണ്ട് അവരെ അടിമപ്പണിയെടുപ്പിക്കും, നിങ്ങളുടെ വോട്ടും വാങ്ങും. നാളെ വിജയിച്ചു കയറിയാൽ വീണ്ടും നിങ്ങൾ തീവ്രവാദികളാകും, നിങ്ങൾ ദേശവിരുദ്ധരാകും, നിങ്ങൾ രാജ്യദ്രോഹികളാകും. അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോ പിണറായി വിജയൻ പറഞ്ഞത് എന്താ പറഞ്ഞത്? പിണറായി വിജയൻ പറഞ്ഞത് ഈ പറയുന്ന CAA NRC പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ SDPIക്കാർ നുഴഞ്ഞു കയറി, അവർക്കെതിരെ പോലീസ് കേസും എടുത്തിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത്.
എന്നാ പിണറായി വിജയൻ ഇന്ന് നിങ്ങളുടെ വോട്ട് വാങ്ങുക. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാൻ അവർ തയ്യാറുണ്ടോ? പിണറായി വിജയൻ തയ്യാറുണ്ടോ? ഉണ്ടോടോ? നിങ്ങൾ വോട്ട് കുത്തിയിടും. എന്തിൻ്റെ പേരിൽ? നിങ്ങൾ സമാധാനപരമായി സമരം ചെയ്തതിൻ്റെ പേരിൽ നിങ്ങളെ തീവ്രവാദികളാക്കിയിട്ട് അവർ കേസെടുത്തത്. ആ കേസ് പിൻവലിക്കോ? പിൻവലിച്ചോ? ഇല്ലല്ലോ, പിൻവലിക്കില്ലല്ലോ. നിങ്ങൾ ഇനിയും വോട്ട് ചെയ്യും. വിജയിച്ചു കഴിഞ്ഞാൽ വീണ്ടും പിണറായി വിജയൻ പറയും നിങ്ങൾ തീവ്രവാദികളാണെന്ന്. നിങ്ങൾ തീവ്രവാദികളാണെന്ന് പിണറായി വിജയൻ പറയും. അതും നിങ്ങൾ കേൾക്കേണ്ടി വരും. കേൾക്കണം നിങ്ങൾ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരൊറ്റ ചോദ്യം. എടോ, നിങ്ങൾ SDPIക്കാരനോ നിങ്ങൾ ഏത് പാർട്ടിയിലോ എവിടെ വേണമെങ്കിലും നിന്നോ, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയോട് പറയാൻ കഴിയോ? ആ ഫസലിൻ്റെ മകൾ, ഫസൽ മരിക്കുമ്പോൾ ഫസലിൻ്റെ മകൾക്ക് എത്ര പ്രായം ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പുലർച്ചെ എഴുന്നേറ്റ് തേജസ് ദിനപത്രം വിതരണത്തിനിറങ്ങിയ ഫസലിനെ വെട്ടിക്കൊല്ലുമ്പോൾ ഫസലിൻ്റെ മകൾക്ക് എത്രയാ പ്രായം ഓർക്കുന്നുണ്ടോടോ SDPIക്കാരാ? ആ ഫസലിൻ്റെ മകളോട് എന്ത് പറയും നിങ്ങൾ? ഫസലിൻ്റെ വിധവയായ ഭാര്യയോട് എന്ത് പറയും നിങ്ങൾ? ഫസലിൻ്റെ ഉമ്മയോട് എന്ത് പറയും നിങ്ങൾ? ഒന്ന് പറഞ്ഞതാ. എന്നോട് പറയണ്ട. ആ ഉമ്മയോട്, ഫസലിൻ്റെ ഭാര്യയോട്, ഫസലിൻ്റെ മകളോട് എന്തെങ്കിലും ഒരു കാരണം, ഒരു ന്യായീകരണം, അവരെ സമാധാനിപ്പിക്കാനെങ്കിലും ഒരു വാക്ക് പറയാൻ കഴിയോ നിങ്ങൾക്ക്? കഴിയോടോ? അപ്പോൾ ഇതേ കാരായി രാജനെ നിങ്ങൾ പിന്തുണക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഗതികേടിനെ ഞാൻ എന്ത് വിളിക്കണം? ഞാൻ എന്ത് വിളിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ ഒരു ഗതികേട്, നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുക, എന്നിട്ട് നിങ്ങൾ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുക, എന്നിട്ട് നിങ്ങൾ LDFന് പിന്തുണ കൊടുക്കുക. എവിടെയൊക്കെ കണ്ടു? മഞ്ചേശ്വരത്ത് കണ്ടു, കാസർഗോഡ് കണ്ടു, മങ്കടയിൽ കാണുന്നു. ഇനി വേങ്ങരയിൽ 2021 നിങ്ങളുടെ സ്ഥാനാർത്ഥി തൂക്കി വിൽക്കുക ചെയ്തത്. നിങ്ങൾ പിന്തുണ മാത്രമല്ല, തൂക്കി വിറ്റു. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തൂക്കി വിറ്റു CPMന്. എങ്ങനെ സാധിക്കുന്നടോ? ഒരു മനുഷ്യൻ്റെ ഇപ്പം എൻ്റെ മുഖത്ത് നോക്കി എന്നെ അധിക്ഷേപിച്ച ഒരുത്തൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് അവനോട് പകയുണ്ടാകും, വൈരാഗ്യമുണ്ടാകും, ദേഷ്യമുണ്ടാകും. ഒരവസരം കിട്ടിയാൽ ഞാൻ തിരിച്ചും ചെയ്യും. അല്ലേ? നിങ്ങളെ മുഖത്ത് നോക്കി നിങ്ങളെ തീവ്രവാദി എന്ന് വിളിച്ചിട്ട് ആ വിളിച്ചവന് വോട്ട് ചെയ്യേണ്ട ഗതികേട്, നിങ്ങളിൽ ഒരുത്തനെ വെട്ടി നുറുക്കിയിട്ട് അവനെ പിന്തുണക്കേണ്ട ഗതികേട്, അവന് വേണ്ടി വോട്ട് ചോദിക്കേണ്ട ഗതികേട്, അവനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ട ഗതികേട് അല്ലേ SDPIക്കാരാ നിങ്ങൾ തിന്നുന്നതും? ഈ നുണറായി വിജയന്റെ തീട്ടമാണോ? ആണോടോ? പറ, നിങ്ങൾ പറ. നിങ്ങളാണ് മറുപടി പറയേണ്ടത്. വിജയനോട് ചോദ്യങ്ങളൊന്നുമില്ല. കാരണം വിജയൻ ആരെ കണ്ടാലും അപ്പ എന്നാ വിളിക്കാറ്. അങ്ങനെയാ വിജയൻ വിളിക്കുന്നത്. അതുകൊണ്ട് വിജയനോടൊരു എനിക്ക് വിജയന്റെ കാര്യത്തിൽ, നുണറായി വിജയന്റെ കാര്യത്തിൽ എനിക്ക് ഒരു അത്ഭുതവും ഇല്ല. ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. അങ്ങനെയാണ് നുണറായി വിജയൻ. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ എന്നോട് മറുപടി പറയണ്ട. ഇപ്പോൾ ഫസലിൻ്റെ ഭാര്യ വന്നിട്ട് ഫസലിൻ്റെ ഉമ്മ സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ആ 2 സ്ത്രീകളോട്, ഫസലിൻ്റെ മകളോട് എന്ത് മറുപടിയാണോ പറയാനുള്ളത്? ആ കൊലപാതകികളെ ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ കൊലപാതകി അവൻ്റെ സ്വാധീനങ്ങളും രാഷ്ട്രീയ സ്വാധീനങ്ങളും ഭരണ സ്വാധീനങ്ങളും അധികാരവും ഒക്കെ ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടുകയാണെന്ന് തന്നെ കരുതുക. രക്ഷപ്പെടട്ടെ. പക്ഷേ ആ കൊലപാതകി ഫസലിനെ വെട്ടി വീഴ്ത്തിയത് ഈ കാരായി രാജനാണെന്ന് 1000% 1000% നിങ്ങൾക്ക് ഉറപ്പല്ലേ? ആ വ്യക്തിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ, ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ എങ്ങനെ സാധിക്കുന്നടോ നിങ്ങൾക്ക്? നിങ്ങളെ തീവ്രവാദി എന്ന് വിളിച്ച ആൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ എങ്ങനെ സാധിക്കുന്നടോ നിങ്ങൾക്ക്? ഫസലിൻ്റെ ഭാര്യ, ഫസലിൻ്റെ ഉമ്മ, ഫസലിൻ്റെ മകൾ, ആ 3 സ്ത്രീകൾ അല്ലേ? ആ 3 സ്ത്രീകളോട് എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഞാൻ ചോദിക്കുന്നത്,
ആണുങ്ങളല്ലടോ, പൗരുഷമുൺ വേണ്ടേ, നട്ടല് വേണ്ടേ, നട്ടല്. നിങ്ങൾ ആ ഫസലിൻ്റെ ഭാര്യയെ കേട്ടില്ലേ? ആ സ്ത്രീ എത്ര 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 കരുത്തയായിട്ട് ശക്തമായിട്ടാണ് അവർ പറയുന്നത്. അവർക്ക് ആ ബോധ്യമാണ് തൻ്റെ ഭർത്താവിനെ വെട്ടി വീഴ്ത്തിയത് കാരായി രാജൻ തന്നെയാണെന്നുള്ള ബോധ്യം. ആ സ്ത്രീയോട് എന്ത് മറുപടി, ആ ഉമ്മയോട് എന്ത് മറുപടി? SDPIക്കാരാ, നിന്റെ പേരോ ഗതികേട്? നിന്റെ പേരാണോ ഗതികേട്? എന്തൊരു ആലോചിച്ചു നോക്ക്. ഇനി നിങ്ങൾ ഈ പറയുന്ന RSSൻ്റെ ഏജൻ്റായ പിണറായി വിജയനുമായിട്ട് സന്ധി ചെയ്യുമ്പോൾ നിങ്ങൾ എന്തോ ഒന്ന് സംഘ് പരിവാറിൽ നിന്ന് ഭയക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതെന്താണെന്നുള്ളത് നിങ്ങൾ സമൂഹത്തോട് പറഞ്ഞില്ലെങ്കിലും കാലം സമൂഹത്തോട് പറയും. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സന്ധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വഴിയുള്ള എന്തോ ഒന്നിനെ ഭയപ്പെടുന്നുണ്ട്. ഒരു ഭീഷണി നിങ്ങൾ നേരിടുന്നുണ്ട്. ആ ഭീഷണി നിങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ പിണറായി വിജയനുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, കേന്ദ്ര സർക്കാരിനെ ഭയപ്പെടുന്നതിന്, സംഘ് പരിവാറിനെ ഭയപ്പെടുന്നതിന്, അവരിൽ നിന്നുള്ള ഭീഷണിയെ ഭയപ്പെടുന്നതിന് എന്തിന് പിണറായി വിജയനെ സന്ധി ചെയ്യണമെന്ന്? അത് ആർക്കറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കറിയാം. ഈ നുണറായി വിജയൻ RSSൻ്റെ ഏജൻ്റാണ്. നുണറായിയുമായി ഉണ്ടാക്കുന്ന സന്ധി അത് RSSുമായി നടത്തുന്ന സന്ധിക്ക് സമാനമാണ് എന്നുള്ള കാര്യം SDPIക്കാരന് ബോധ്യമുണ്ട്. എന്താണെങ്കിലും കൊള്ളാം, ലീഗ് വിരോധം കാരണം ഉണ്ടാക്കിയെടുത്ത പിറവിയെടുത്ത ഒരു പാർട്ടി അവസാനം അവരെ തീവ്രവാദി എന്ന് വിളിച്ചവരുടെ, അവരെ കൊല്ലാക്കൊല ചെയ്തവരുടെ, അവരെ വെട്ടി നുറുക്കിയവരുടെ ആ പാളയത്തിൽ പോയി സന്ധി ചെയ്തിരിക്കുന്നു. അത്ഭുതം തന്നെ, വല്ലാത്ത അത്ഭുതം.